എത്രയും പെട്ടെന്ന് മാഡത്തിന്റെ ഈ പനി ഒന്ന് മാറണേ. നല്ല ചൂടുണ്ടല്ലോ. രാജു അടുത്തിരിക്കണ്ട, ഇത് പകരുന്ന പനിയാ. രാജു പൊയ്ക്കോ. അത് കുഴപ്പമില്ല മാഡം. കുഴപ്പമുണ്ട് രാജു. ഈ പനി വന്ന ഭയങ്കര ബോഡി പെയിനാ. ഇന്ന് രാജു ഈ മുറി കിടക്കണ്ട. രാജു പൊയ്ക്കോ. പനി മാറാൻ എന്താ ഒരു വഴി? മാഡത്തിന് നല്ല പനിയുണ്ട്. എന്താ ചെയ്യാ? കണ്ടിട്ട് മനസ്സിന് വല്ലാത്ത സങ്കടം. മെഡിസിന്റെ ഒക്കെ റിയാക്ഷൻ പതുക്കെ തുടങ്ങും. നെറ്റിയിൽ ഇത്തിരി തുണി നനച്ചു വെച്ചാലോ? അമ്മേ, കുറച്ച് തുണി തരാവോ അമ്മേ? ഋതിക മേഡത്തിന്റെ നെറ്റിയിൽ നനച്ചു വെക്കാനാ. തരാലോ. മോനെ, ഇത് മതിയോ? മതി. പെട്ടെന്ന് ചെല്ലേ. ജഗന്നാഥൻ മരിച്ചുപോയിന്നാ എല്ലാവരും വിശ്വസിച്ചത്. പ്രതാപവർമ്മ സാറിന്റെ വളർച്ചയിൽ അസൂയപ്പെട്ട് നീ മറ്റേതോ നാട്ടിലേക്ക് ജോലിക്ക് പോയിന്നും തുടർന്ന് അവിടെ വെച്ച് രോഗം വന്ന് മരിച്ചു എന്നാ ഒരു വാർത്ത. അതൊക്കെ പറഞ്ഞു പരത്തേണ്ട ആവശ്യം അവൾക്കുണ്ടല്ലോ. എന്നെ തടവറയിൽ ഇട്ടുകൊണ്ട് അവളത് ഭംഗിയായി ചെയ്തു. എടാ, അവൾക്ക് അതല്ലേ ചെയ്യാൻ പറ്റൂ. സൂര്യമംഗലത്തെയും പ്രതാപന്റെയും കാശ് അവളുടെ വേണ്ടുവോളം ഉണ്ടല്ലോ. വേണു, കാശുള്ളപ്പോ ആജ്ഞാവർത്തികളായ ആളുകളെ ആവശ്യത്തിലധികം കിട്ടുമല്ലോ. വേണു, പണ്ട് ഭീമനെയും ദുര്യോധനെയും നിത്യശത്രുക്കളാക്കാൻ വേണ്ടി ശകുനി കളിച്ചൊരു കളി. സൂതരെയും മാഗധരെയും കള്ളും കാശും കൊടുത്ത് കയ്യിലെടുത്ത് ഭീമൻ ജനിച്ചത് ദുര്യോധനെ കൊല്ലാനാണെന്ന് പറഞ്ഞു വരുത്തി അവരെ ബദ്ധശത്രുക്കളാക്കി. ഇത് അതിലും ഭീകരമായ ഒരു കഥയാണ്. അവൾ അവളുടെ ലക്ഷ്യം നടപ്പാക്കാൻ, അവളുടെ സ്ഥാനം ഉറപ്പിക്കാനും സ്വത്ത് കൈക്കലാക്കാനും മെനഞ്ഞൊരു കഥ. അവൾ തകർത്ത് കളഞ്ഞത് എത്ര ജീവനുകളാണ്. എല്ലാം പുറത്തു കൊണ്ടുവരണമെങ്കിൽ നീ ജീവിച്ചിരുന്നേ പറ്റൂ. അതുകൊണ്ട് ഇനി അവൾക്ക് പിടികൊടുക്കരുത്. ആരും കാണാത്ത രഹസ്യമായ ഒരു ഷെൽട്ടർ എനിക്ക് വേണ്ടേ. വേണു, മേഡം, 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 എഴുന്നേക്ക് മേഡം, കഞ്ഞി കുടിക്കാം. എന്താ രാജു? എനിക്ക് വേണ്ട രാജു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മേഡം. മരുന്ന് കഴിക്കണ്ടേ? ക്ഷീണം ഉണ്ടാവും. എഴുന്നേക്ക്. വാ മേഡം, എന്നിട്ട്
രാജു കുറച്ച് കഴിക്കേ. കുറച്ചെങ്കിലും കഴിച്ചാലും മരുന്ന് കഴിക്കാൻ പറ്റുമോ? എന്തൊക്കെയാ ഇത്? കഞ്ഞി കോരി കൊടുക്കുന്നു, ഭാര്യയെ ലാളിക്കുന്നു, കൊഞ്ചിക്കുന്നു. മാഡം ഇത് കഴിക്കേ. മതി രാജു, എനിക്ക് വേണ്ട. പോര മാഡം, ആന്റിബയോട്ടിക്സാ ചെല്ലുന്ന, ക്ഷീണം ഉണ്ടാവും. കഴിച്ചേ മതിയാവൂ. മായ്ക്കൊരു രുചിയും തോന്നുന്നില്ല. അതെനിക്കറിയാം. ഇപ്പൊ രുചിയും മണോ ഒന്നും നോക്കണ്ട. മാഡം ഇത് കഴിക്കേ. കഴിക്കേ കഴിക്കേ. വായ്ക്ക് രുചിയില്ലെന്ന്. എന്നാ ചെമ്മീൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നു. ഓരോ പിന്നോ ഇനി കിടന്നോ, കിടന്നോ, കിടന്നോ. ഉറങ്ങിക്കോ. ഇങ്ങനെയുള്ള പ്രേമമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓ കാശ് കിട്ടാനുള്ള കാര്യങ്ങളായി. ഇനി ഇത് ചോർത്തി കൊടുക്കാം. അങ്ങനെ കൊച്ചമ്മിണി ഒരു ചാരവനിതയാകുന്നു.